നമസ്കാരം കേട്ടോ. ഏട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് പുരുഷോത്തമൻ. പുരുഷോത്തമൻ അല്ലേ? ഏകദേശം ഈ ബാർബർ മേഖലയിൽ എത്ര വർഷമായി? 40 വർഷത്തോളമായി. 40 വർഷം ബാർബർ ഷോപ്പ് മാത്രം, അതായത് പല പല സ്ഥലത്ത് മതിയാ. അപ്പോൾ ഈ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഏട്ടൻ്റെ അടുത്തായിട്ട് വന്നിട്ടുള്ളത് അല്ലേ? വേറെ ഫീൽഡിലേക്കൊന്നും പോയിട്ടില്ല, ഈ ഒരു ഫീൽഡിൽ തന്നെ. അപ്പോൾ കുടുംബമായിട്ട് തന്നെയാണോ ബാർബർ? ഇതാണോ അച്ഛനായിരുന്നു? അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ എത്ര വർഷം മുന്നെയാണ് തുടങ്ങിയത് ഈ ഒരു ബാർബർ മേഖലയിലേക്ക് ഇറങ്ങിയത്? ഏകദേശം SSLC കഴിഞ്ഞപാട് ആരെങ്കിലും അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് പോയി പണി പഠിച്ചു. ആ, അങ്ങനെ തുടങ്ങിയത് അല്ലേ? നാട്ടിൽ മയിൽ മലപ്പട്ടത്ത്. ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ ഏത് ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹിന്ദിക്കാരായിരിക്കും. മിക്ക സ്ഥലത്തും അങ്ങനെയായി. നാട്ടിൽ ഇപ്പോൾ ആർക്കൊന്നും അല്ലേ പണിയെടുക്കാൻ മടിയാ. മടി മാത്രമല്ല, ആർക്കും ഈ തൊഴിൽ വേണ്ട. ആർക്കും ഈ തൊഴിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങള് ഇപ്പൊ ചെറുപ്പക്കാരൊന്നും ആരും പഠിക്കുന്നില്ല. എല്ലാവർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല എല്ലാവർക്കും വേണ്ടു. അത് മാത്രം ജോലിയും അങ്ങനെ വേണ്ടു, എല്ലാവർക്കും അത് മതി. അപ്പൊ ആരും ഈ ബാർബർ മേഖലയിലേക്കൊന്നും വരുന്നില്ല, ആരും ഈ മേഖലയിലേക്ക് വരുന്നില്ല അല്ലേ? എല്ലാം ഹിന്ദിക്കാരാ അല്ലേ? ജനങ്ങൾക്കും ഹിന്ദിക്കാരെ കൊണ്ട് ഇപ്പം ഹിന്ദിക്കാര് മതി. ആളുകൾക്ക് അത് മതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചങ്ങ് പോയാൽ മതി. മലയാളികൾക്ക് ആള് കുറവാണ്. എല്ലാവരും ഹിന്ദിക്കാരെടുത്താ. സത്യം പറഞ്ഞാൽ ഏട്ടനെ കാണുമ്പോൾ ഒരു ബാർബർ എന്നൊരു സ്റ്റൈലല്ല, ഒരു കലാകാരൻ്റെ ലുക്ക് ഉണ്ടല്ലോ. എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടാ? പാട്ട് വരാ? പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു നാടകകൃത്തിനെ പോലെയോ ഒരു കലാകാരനെ പോലെയൊക്കെ തോന്നിയിട്ട് ഇങ്ങോട്ട് കയറിയോ സത്യം പറഞ്ഞ ഈ കടയിലേക്ക് ഇട്ടാ. ഏതാ ഹിന്ദിക്കാരാണ് നേരെ കയറാണ്ടൊക്കെ പോകാൻ വിചാരിച്ചാ. എന്തായാലും പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം കേട്ടാ. കുടുംബം ആരൊക്കെയാ വീട്ടിൽ? 2 മക്കളുണ്ട്. ആ, വലിയ മക്കളാണോ? ഭാര്യ, 2 മക്കൾ അല്ലേ? മലപ്പുറത്ത് തന്നെ അല്ലേ? അവിടെ മലപ്പുറത്ത് ഇപ്പോൾ നല്ല അടിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ? എന്തായാലും നമ്മൾ ഇങ്ങനെ ഓരോ ആൾക്കാരെ ഓരോ സ്ഥലത്തുനിന്നല്ലേ പരിചയപ്പെടുന്നല്ലേ? വളരെ സന്തോഷം കേട്ടാ.